ഇന്നലെ പുൽക്കൂട് നശിപ്പിച്ചവൻ ഇന്ന് ബൈബിൾ കത്തിച്ചെങ്കിൽ നാളെ ഇതര മതസ്ഥരെ വധിക്കുന്ന മനുഷ്യ ബോംബ്. അധികാരികളെ, സഭാ നേതൃത്വമേ, ഉണർന്ന് പ്രവർത്തിക്കുക. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഭയവും ജാഗ്രതയും പുലർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന നടുക്കുന്ന യാഥാർത്ഥ്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ മതധ്വംസനവുമായി ഒരു ഇസ്ലാമിക തീവ്രവാദി കാസർഗോഡ് രംഗത്തിറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ക്രിസ്മസിന് കാസർഗോഡ് മൂളിയാർ ഹെൽത്ത് സെന്ററിലെ ജീവനക്കാർ ഒരുക്കിയ പുൽക്കൂട്ടിൽ നിന്ന് ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപങ്ങൾ എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞ എരിഞ്ഞിപ്പുഴക്കാരൻ മുസ്തഫ എന്ന മത തീവ്രവാദിയാണ് വിശുദ്ധ ബൈബിൾ കത്തിച്ച് അതിൻ്റെ വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് കേരളത്തിൽ മതസ്പർദ്ധയ്ക്കും കലാപത്തിനും കളമൊരുക്കിയത്. ഇയാളെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട്. സ്വീഡനിൽ വലതുപക്ഷ രാഷ്ട്രീയ നേതാവായ റസ്മസ് ഫലൂഡാൻ ഖുറാൻ കത്തിച്ചതിൻ്റെ പ്രതിഷേധമെണ്ണവണ്ണമാണ് ബൈബിൾ കത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കലാപകാരി ബൈബിൾ അഗ്നിക്കിരയാക്കുന്നത്. പുൽക്കൂട്ടിൽ നിന്ന് ഉണ്ണീശോയുടെ തിരുസ്വരൂപങ്ങൾ എടുത്തു നശിപ്പിക്കുകയും അങ്ങേയറ്റത്തെ അഹങ്കാരത്തോടെ ഫോൺ നമ്പർ പരസ്യമാക്കി അതിലേക്ക് വിളിച്ചവരോടെല്ലാം കടുത്ത ക്രൈസ്തവ നിന്ന് ജനിപ്പിക്കുന്ന തരത്തിൽ വെല്ലുവിളിക്കുകയും ചെയ്ത ഇയാളെ സംരക്ഷിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ മത തീവ്രവാദികൾ ഇയാൾ കാട്ടിക്കൂട്ടിയ തീവ്ര മതധ്വംസനത്തെ പിന്തുണച്ച് രസിച്ചിട്ട് പറഞ്ഞത് ഇവൻ മനോരോഗിയാണെന്നായിരുന്നു. എന്നാൽ രണ്ടാമത്തെ സംഭവത്തോടെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ അജണ്ടകൾക്കനുസരിച്ച് ക്രൈസ്തവർക്കെതിരെ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് മുസ്തഫ എന്ന സത്യം ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരമേറ്റ പിണറായിയുടെ ഇസ്ലാം പ്രീണന ഭരണം മൂലം മതേതര മൂല്യങ്ങൾ ദിവസേന തകർന്നടിയുന്ന കേരളം തീവ്ര മതധ്വംസനങ്ങളുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം തീവ്രവാദികളുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിൽ ക്രൈസ്തവരുടെ വിശ്വാസ സംഹിതകളെ ദിവസേന തച്ചുടയ്ക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നത് തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിലും നഗരസഭകളിലും അധികാരത്തിലിരിക്കുന്ന മുസ്തഫമാരുടെ കയ്യാളുകൾ ഇത്തരം അസാൻമാർഗികതകൾ കണ്ടാലും അതിനെ നിയമവും സ്വാധീനവും കൊണ്ട് സംരക്ഷിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കേരളത്തെ മാറ്റിമറിക്കുകയാണ്. പുൽക്കൂട് നശിപ്പിച്ചപ്പോൾ മാനസിക രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ഈ ക്രിമിനലിനെ ശിക്ഷിക്കാതിരുന്നത് അതിൻ്റെ വ്യക്തമായ തെളിവാണ്. മറ്റൊരു മതത്തിൻ്റെ ഗ്രന്ഥം ചാമ്പലാക്കി വീരസ്യം കാട്ടിയതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ഈ ആഭാസനെ 2 ദിവസങ്ങൾ കഴിഞ്ഞ് ജാമ്യത്തിൽ വിടാതെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്നും ക്രൈസ്തവർ ശക്തമായി തന്നെ അധികാരികളോട് ഓർമ്മിപ്പിക്കുകയാണ്. ക്രൈസ്തവർക്കെന്നല്ല, കേരളത്തിലെ ഏത് മതവിശ്വാസിക്കും അവൻ്റെ മതഗ്രന്ഥത്തെ അധിക്ഷേപിച്ചാൽ നോവും. അതിനാൽ കേരളം പോലെയുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതികൾ നേടിയ സംസ്ഥാനത്ത് ഇത്തരം അധർമ്മികൾക്ക് അഴിഞ്ഞാടാൻ തോന്നാത്ത വിധത്തിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നെറ്റിയിലൊട്ടിച്ച പ്ലാക്കാർഡ് പോലെ സംസ്കാര സമ്പന്നമായ പൈതൃകത്തിൻ്റെ ശൂന്യത അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഇത്തരം തീവ്രവാദികൾ നാളെ നിരപരാധികളായ അന്യമതസ്ഥരുടെ ജീവൻ എടുക്കുമ്പോഴും ഇന്നത്തെ നിലയിൽ ഇവിടുത്തെ ഭരണകൂടം ഉറക്കം തുടരും. പിണറായിയുടെ ഇസ്ലാം പ്രീണന ഭരണത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഉദാഹരണങ്ങൾ നിരവധിയാണ്. കുമ്പനാട്ട് വെച്ച് 4 ക്രൈസ്തവരുടെ കൂട്ടത്തെ കണ്ടപ്പോൾ കവാത്ത് മറന്ന് കർത്താവിനെ പുകഴ്ത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജും സുവിശേഷങ്ങളെ പൊക്കിയടിച്ച VD സതീശനും ഈ സംഭവം അറിഞ്ഞ മട്ടില്ല. കേരളത്തെ മറ്റൊരു സിറിയ ആക്കിക്കൊണ്ട് ഒരു മത തീവ്രവാദി ബൈബിൾ കത്തിച്ച് രസിച്ചത് എന്തുകൊണ്ടാണ് രായ്ക്ക് രാമാനം ന്യൂനപക്ഷ സ്നേഹം പറയുന്ന CPM-ന് പ്രധാന വിഷയം ആകാത്തത്? വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ പോരാടുന്ന വിവിധ മതവിഭാഗങ്ങളിലെ മനുഷ്യർ തമ്മിൽ ഉണ്ടാകേണ്ട സാഹോദര്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന രാഹുലിൻ്റെ കോൺഗ്രസും എന്തുകൊണ്ട് ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുന്നു? ക്രിസ്ത്യാനികളായ ക്രൈസ്തവർ ഇതും ക്ഷമിക്കും. പക്ഷേ നാളെ ഇതുപോലെ ഇവിടെ ഭഗവത്ഗീത കത്തിച്ച് മുസ്തഫമാർ ഉന്മാദ നൃത്തം ചവിട്ടാൻ ഒരുങ്ങിയാൽ കാര്യങ്ങൾ ഇതുപോലെ ആകുമോ? അപ്പോൾ മതേതരം സഹിഷ്ണുത എന്നൊന്നും ഒരു കൂട്ടർ അലറി വിളിച്ചാൽ കേൾക്കാൻ ആരും കാണില്ല. അവസാനമായി ഒരു കാര്യം KCBC അടക്കമുള്ള സഭാ നേതൃത്വത്തോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ.
വിശുദ്ധ ബൈബിൾ കത്തിച്ച സംഭവത്തിൽ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. മുസ്തഫ നടത്തിയത് ഒരു ടെസ്റ്റ് ഡോസാണ് എന്ന കാര്യം ക്രൈസ്തവ സമൂഹം മറന്നു കളയരുത്. ഈ ടെസ്റ്റ് ഡോസിന് ശേഷം ഒരുപക്ഷെ സംഭവിക്കുക മനുഷ്യ ബോംബായി മറ്റു മതസ്ഥരെ വധിച്ചു കളയുന്ന ഒരു പൊട്ടിത്തെറി ആയിരിക്കും. അതിന് അവസരം നൽകാതിരിക്കത്തക്കവണ്ണം പ്രവർത്തിക്കാൻ അധികാരികളെ ഉണർത്താൻ സഭാ നേതൃത്വത്തിന് കഴിയട്ടെ.